വെൽക്കം ടു 1985 V5. കടലുണ്ടി മാൻഗ്രോവ് ഫോറസ്റ്റിലൊരു ബോട്ടിംഗ്. നമ്മളിപ്പോൾ കടലുണ്ടി പാലത്തിൻ്റെ മുകളിലെത്തി. ഒരു സൈഡിൽ പുഴ, ഒരു സൈഡിൽ കടൽ. മനോഹരം തന്നെ. Today, Nitara baby is here to enjoy with us. ഇവിടെ വരുന്നതിന് ഒരു എൻട്രി ടിക്കറ്റ് ഉണ്ട്. ലത ആ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. നമ്മളിവിടെ എത്തിയത് ഒരു 4 മണിയോട് കൂടിയാണ്. ഇത് വേലിയേറ്റത്തിൻ്റെ സമയമാണ്. ഇവിടെ വരുന്നവർ ഈ സമയം അന്വേഷിച്ച് വേലിയേറ്റമുള്ള സമയത്ത് വരാൻ ശ്രദ്ധിക്കണം. ഞങ്ങളങ്ങനെയാണ് വന്നത്. അതല്ലെങ്കിൽ വേലിയിറക്കത്തിൻ്റെ സമയത്താണ് എത്തുന്നതെങ്കിൽ ബോട്ടിൽ നമുക്ക് മാൻഗ്രോവ് ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. അവിടെ ഡെപ്ത് ഉണ്ടാവില്ല, ആഴമില്ലാത്തതുകൊണ്ട് ബോട്ട് അതിലേക്ക് കയറും. നമ്മുടെ കാഴ്ചകൾ കുറഞ്ഞു പോകും, നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ കുറഞ്ഞു പോകും. അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. വേലിയേറ്റം എത്ര മണിക്കാണ് അത് മാറിക്കൊണ്ടിരിക്കും. അത് ഒന്ന് അന്വേഷിച്ചിട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു യാത്ര, സുന്ദരമായ ഒരു ദൃശ്യങ്ങൾ കാണാം. ബ്യൂട്ടിഫുൾ സീനറി. നിതാര ആകെ എക്സൈറ്റഡ് ആണ്. ഈ ബോട്ട് റൈഡിന് എത്രയാണ് ചാർജ് വരുന്നത്? യൂഷ്വലി 800 ആണ്. നമുക്ക് കുറച്ച് കൂടുതൽ സമയം എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 1000 ആണ് പറഞ്ഞിരിക്കുന്നത്. പലതരത്തിലുള്ള കണ്ടലുകളുണ്ട്. ഇവിടെ പലതരത്തിലുള്ള കണ്ടലുകളുണ്ട്. നക്ഷത്ര കണ്ടൽ ഒന്ന് മാത്രം, പ്രാന്തൻ കണ്ടൽ, ചുള്ളിക്കണ്ടൽ, ചെറുപൊട്ടി, കണ്ണാമ്പൊട്ടി, പൂക്കണ്ടൽ, വലിയ ഉപ്പൊട്ടി, കുറ്റിക്കണ്ടൽ. ഇതൊക്കെ നമുക്ക് നമ്മുടെ യാത്രയിൽ, നമ്മുടെ ബോട്ട് യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും. സുന്ദർബൻസും പിച്ചാവരവും എല്ലാ മാൻഗ്രോവ് ഫോറസ്റ്റും കണ്ടു കഴിഞ്ഞു. ഇപ്പോഴാണ് കടലുണ്ടിയിലെ കണ്ടൽക്കാടുകൾ കാണാൻ സമയം കിട്ടിയത്. ഇവിടെ പോയിട്ടില്ലേ പൂവാർ? കാക്ക സ്വാഗതം ഓതുന്നുണ്ടല്ലോ. നിതാര ആകെ എക്സൈറ്റഡ് ആണ്. ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നു. പിന്നെ വെള്ളത്തിൽ തൊടണം, കണ്ടൽക്കാടിൻ്റെ വേരൊക്കെ തൊട്ട് നോക്കണം. ഇത്രയുള്ള യാത്രകളൊന്നും കുട്ടികളെ ശരിക്കും എക്സൈറ്റ് ചെയ്യില്ല. വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഇതാണ് ബോട്ട് യാത്ര. അതൊരു കണ്ടൽക്കാടിൽ കൂടി ആകുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ? ടൂറിസ്റ്റ് ഫ്രം തമിഴ്നാട്. ഹായ്. ഹിന്ദി അവർ ഈ മാംഗ്രോവിനെ പറ്റി ഒരു ലേഖനം എഴുതി. I need cap. You are small. You took a photo. പക്ഷികളൊക്കെ കാണാൻ പറ്റുമോ എന്തോ? ചേട്ടപ്പക്ഷികൾ വരാറുണ്ട് തോന്നുന്നു. പിന്നെ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ, കവറുകൾ ഇതൊന്നും ഇല്ല. അതൊക്കെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി ആയിരിക്കും. പരിസ്ഥിതി സംരക്ഷണം കൊണ്ടായിരിക്കും അതൊക്കെ വൃത്തിയാക്കി വെച്ചത്. ടൂറിസ്റ്റ് ഒക്കെ വരുന്നതല്ലേ, അതിൻ്റെ ഒരു ബോധവൽക്കരണം ഉണ്ടാവും. What's happening? നക്ഷത്ര കണ്ടലുകൾ. അത് അങ്ങനെ പറഞ്ഞാൽ എന്താ? നക്ഷത്രത്തിന്റെ ഷേപ്പ് അങ്ങനെയാ? ഓക്കെ. കണ്ടില്ലേ ഒരു പ്രത്യേകം, അതാണ്
ഇതാണ് നക്ഷത്ര കണ്ടലുകൾ. ഇത് എത്ര ഏരിയ ഉണ്ട്? എത്ര ടോട്ടല്? ഇത് എത്ര ഡീപ്പാണ് ഈ വെള്ളം? ആഴം ഉണ്ടാവും. എന്നാലും ഒരാളുണ്ടോ? അല്ല, ഇവിടെ ഇപ്പൊ ഒരാളുടെ ആഴം ഉണ്ടാവോ? ശരി, ഇപ്പൊ നമുക്ക് ഇറങ്ങി നിൽക്കാൻ വേണമെങ്കിൽ താഴ്ന്നു പോവില്ല. ചെളിയായോണ്ട് താഴ്ന്നു പോകും. അപ്പം ഈ ബേർഡ്സ് ഒന്നും വരുന്ന ടൈമല്ല അല്ലേ? രാവിലെ വരും. വൈകുന്നേരം വരൂല. കണ്ടൽക്കാടുകൾ പലതരം സസ്യങ്ങൾക്കും പക്ഷികൾക്കും മറ്റു ജീവികൾക്കും തണലും വാസസ്ഥലവുമാണ്. ദേശാടന പക്ഷികൾ എത്താറുണ്ട്. ഫ്രണ്ടിലേക്ക് ഇരിക്കുക. ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ പോയിണ്ട്. മുകളിലേക്ക് നോക്കി എന്തൊരു ഭംഗിയാണ്. ആ വൃക്ഷങ്ങൾക്കിടയിലൂടെയുള്ള ആ സൂര്യകിരണങ്ങൾ എന്തൊരു ഭംഗിയാ. ഇങ്ങോട്ട് ഈ കണ്ടൽക്കാടുകൾ ഉപ്പുവെള്ളത്തിൽ വളരുന്നത് കൊണ്ട് തിക്ക് ആയിട്ടുള്ള മഡിനകത്തേക്ക് അത് പുഴുന്നു കിടക്കുന്നുണ്ട്. അവിടെ ഓക്സിജൻ ലഭ്യത കുറവായതുകൊണ്ട് അതിൻ്റെ വേരുകൾ മുകളിലേക്ക് വളർന്നു വരുന്ന ദൃശ്യം വളരെ മനോഹരമായിരുന്നു. ഈ മണ്ണിൻ്റെ ലെവലിനെക്കാട്ടിലും മുകളിലോട്ടാണ് ഈ വേരുകൾ കാണുന്നത്. ഈ കണ്ടൽക്കാടുകളൊക്കെ ദാറ്റ്സ് ഹൗ ദ മാൻഗ്രോവ്സ് ബ്രീത്ത്. ടൂറിസം വികസനത്തിന് നല്ലൊരു കാര്യമാണ് കണ്ടൽക്കാട്. തീരദേശ സംരക്ഷണം, കാലാവസ്ഥ വ്യതിയാനം തീർക്കൽ, പരിസ്ഥിതി സംരക്ഷണം, മറ്റു ജീവികൾക്ക് അഭയകേന്ദ്രം, പല പ്രാധാന്യമുണ്ട് ഈ കണ്ടൽക്കാടുകൾക്ക്. ഔഷധ സസ്യങ്ങളും ഉണ്ട് ഇവിടെ. മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട്. കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്താൽ ടൂറിസത്തിന് നല്ല പ്രായോഗികമായ രീതിയിൽ ഇതിനെ വളർത്താൻ പറ്റും. കണ്ടൽക്കാടുകളെ നശിപ്പിക്കാണ്ട് സംരക്ഷിക്കാൻ സഹായിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുക, ജനങ്ങളെ ബോധവൽക്കരിക്കുക, പിന്നെ ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടത്തിയാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പം തന്നെ അതൊക്കെ നടക്കുന്നുണ്ടാവും. All clean and well maintained. ഇത് പ്രാന്തൻ കണ്ടലുകൾ.
വലിയ പാലത്തിലൂടെ ട്രെയിൻ പോകുന്നത് നല്ല രസം. ഞങ്ങളുടെ വഞ്ചി തുഴയുന്ന കുഞ്ഞലവിക ഈ ട്രെയിൻ ഡിസാസ്റ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. 2001 ജൂൺ 22 ട്രെയിൻ ദുരന്തം, കടലുണ്ടി ട്രെയിൻ ദുരന്തം. അന്ന് 3 ബോഗികൾ പുഴയിലേക്ക് വീണു, 2 എണ്ണം തൂങ്ങിക്കിടന്നു. 52 ആളുകൾക്ക് ജീവഹാനി ഉണ്ടായി. 222 പേർക്കോളം പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കടലുണ്ടി കോഴിക്കോട് സിറ്റിയിൽ നിന്ന് 23 കിലോമീറ്റർ അകലെയാണ്. കോഴിക്കോടിൻ്റെയും മലപ്പുറം ജില്ലയുടെയും അതിർത്തിയിലാണ്. രണ്ടിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, 2 ഡിസ്ട്രിക്ട്സിനെ ബന്ധിപ്പിക്കുന്നത് കടലുണ്ടി പാലം. നാല് തുരുത്തുകളുണ്ട്. കുഞ്ഞലവിക ഇതൊക്കെ വിവരിക്കുന്നുണ്ടായിരുന്നു. ഈ കടലും പുഴയും കൂടി യോജിപ്പിക്കുന്ന സ്ഥലമായതുകൊണ്ട് വെള്ളത്തിന് കുറേശ്ശെ ഉപ്പുരസമാണ് ഉണ്ടാവുന്നത്. പഴയ പാലത്തിൻ്റെ അവശിഷ്ടം ഇപ്പോഴും ഇവിടെ ഉണ്ട്. താഴേക്കുള്ള ഭാഗം, ആ മുകളിലേക്കുള്ള തൂണുകളുടെ ഭാഗം ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ട്. മദ്രാസ് മെയിലായിരുന്നു ഈ പാലം പൊളിഞ്ഞിട്ട് വീണത്. 52 ജീവഹാനി, 222 ആൾക്ക് പരിക്കേറ്റു. വല്ലാത്തൊരു ഭയങ്കര ഡിസാസ്റ്റർ ആയിരുന്നു. ഇലകൾക്കിടയിലൂടെയുള്ള ആ സൂര്യവെളിച്ചം എന്തൊരു ഭംഗിയാ കാണാൻ. എന്തായാലും നല്ലൊരു യാത്ര, ഞങ്ങൾക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ശരിക്കും ടൂറിസ്റ്റുകളെ നല്ല പോലെ ആകർഷിക്കുന്നുണ്ട്. കുറേ ആളുകൾ വരുന്നുമുണ്ട്. സൂര്യൻ മെല്ലെ താഴേക്കിറങ്ങി തുടങ്ങി. കടലുണ്ടി ബോട്ട് സർവീസിലെ കുഞ്ഞലവിക്കയാണ് വഞ്ചി തുഴയുന്നത്. വളരെ പ്രാഗൽഭ്യമുള്ള തുഴച്ചിലായിരുന്നു. കൂളായിട്ട് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഞങ്ങൾ കടലുണ്ടി ബോട്ട് സർവീസിൽ
നിസാറിനെ വിളിച്ചിട്ടായിരുന്നു ഈ ഇതൊക്കെ അന്വേഷിച്ചതും എല്ലാം. നിസാറിൻ്റെ ഫാദറാണ് കുഞ്ഞലവിക്ക. അല്ല, ഈ നാട്ടുകാർ തന്നെയാണ്. അവിടെ എല്ലാം അറിയാം. ഫോൺ നമ്പർ ഞങ്ങൾ ഈ വീഡിയോയുടെ അവസാനം ചേർക്കുന്നതാണ്. പോകേണ്ടവർക്ക്, വ്യൂവേഴ്സിന് ആർക്കെങ്കിലും പോവുകയാണെങ്കിൽ അവരെ വിളിച്ച് അന്വേഷിച്ച് വേലിയേർക്കമൊക്കെ അന്വേഷിച്ചറിഞ്ഞിട്ട് വന്നാൽ മാത്രം മതി. വളരെ നല്ല സർവീസാണ്. വേണമെങ്കിൽ ഈ സമുദ്ര സദ്യ, സീ ഫുഡിൻ്റെ സദ്യയും പിന്നെ ഹോം സ്റ്റേ വേണമെങ്കിൽ അതൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തരും. കുറച്ച് കിളികളെയൊക്കെ കാണുന്നുണ്ട്, പക്ഷികളെയൊക്കെ കാണുന്നുണ്ട്. ഞങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ താഴെ നിറങ്ങുന്നുണ്ട്. കടലുണ്ടി ബേർഡ് സർവീസിലെ കുഞ്ഞലവിക്കയുടെ വിവരണത്തോടു കൂടെയുള്ള യാത്ര അതിമനോഹരം. ഇനിയും വരാനായി അതുകൊണ്ട് ഞങ്ങൾ കടലുണ്ടിയോട് വിട പറയുകയാണ്. എ ബ്യൂട്ടിഫുൾ ട്രിപ്പ്. നമിത ആൻഡ് നിതാര ബേബി. കണ്ടൽക്കാടുകളിലുള്ള ബോട്ടിംഗ് യാത്ര മനോഹരം. വീണ്ടും തിരിച്ചു വരാം.